സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. താനൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ തന്നോട് കാണിക്കുന്ന ഒരു അനുകമ്പ മാത്രമാണ് ദേവിക്കിപ്പോൾ ഉള്ളതെന്നും ബെല്ലയും താനുമൊത്ത് ഒരു തെറ്റായ രീതിയിൽ ഹോട്ടലിൽ വെച്ച് കണ്ടതിന് ശേഷം ദേവിക്കിപ്പോൾ പഴയതുപോലെ തന്നോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് വ്യക്തമായിട്ടും എനിക്കറിയാമെന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട്. മാത്രമല്ല നല്ല ഭാവിയുള്ള കുട്ടിയാണ്, രാഷ്ട്രീയത്തിലാവട്ടെ ചരിത്രത്തിലാവട്ടെ ഇടം നേടേണ്ട കഴിവുള്ള പെൺകുട്ടി തന്നെയാണ് ദേവിക. ദേവികയുമൊത്തുള്ള ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ ഞാൻ സമ്മതമാണ്, ഒപ്പിട്ട് തന്നേക്കാം, നല്ലൊരു ഭാവിയുണ്ട്, അത് കളഞ്ഞു കുളിക്കേണ്ട എന്നുള്ള രൂപത്തിനൊക്കെ നന്ദു പറയുമ്പം നന്ദനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നന്ദൻ എല്ലാ അർത്ഥത്തിലും പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ പ്രഭാവതിക്കാണെങ്കിൽ ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഹരി അങ്കിളും അതുപോലെ ദേവിക ഇടപെട്ട് നന്ദനെ രക്ഷിക്കുമെന്ന് കരുതിയിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കൂട്ടിയതെന്ന് ഞാൻ കരുതിയില്ല. നന്ദൻ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഞാനല്ലാതെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ നന്ദനോട് ക്ഷമിച്ച് വീണ്ടും ഈ ചന്ദ്രത്ത് വീട്ടിൻ്റെ പടി കയറുമെന്ന് തോന്നുന്നുണ്ടോ? നിയമത്തിൻ്റെ മുമ്പിൽ നന്ദനെ ഹാജരാക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു രഹസ്യം കണ്ടെത്താൻ തന്നെയാണ്. നന്ദനും അമ്മയും എന്തൊക്കെയോ കാര്യം ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നു. സത്യമല്ലേ? ഇപ്പോഴും അമ്മ അത് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾക്കതുകൊണ്ട് നല്ല സംശയമുണ്ട്. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഒരു ഗൂഢാലോചനയും ചതിയും നടന്നിട്ടുണ്ടെന്ന്. അത് വെളിച്ചത്ത് വരണമെങ്കിൽ ഉറപ്പായിട്ട് നന്ദൻ സ്റ്റേഷനിൽ ഹാജരായേ പറ്റൂ. അതുകൊണ്ട് അമ്മ നിയമത്തിനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. ശേഷം ദേവിക വീട്ടിലെത്തുമ്പോഴത്തേക്കും രാധികയും അതുപോലെ മാധവനും ചോദിക്കുന്നുണ്ട് നന്ദൻ്റെ അതുപോലെ പ്രഭാവതിയുടെയൊക്കെ അവസ്ഥ എന്താണ്, അവരെന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളൊക്കെ ദേവിക ഷെയർ ചെയ്യുന്നു. എൻ്റെ മോൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് മോളുടെ മുഖം കണ്ടാൽ അറിയാം. നീ ഇങ്ങനെ സങ്കടപ്പെടരുത് മോളെ, ധൈര്യമായിട്ട് നന്ദനോടൊപ്പം നിൽക്കണം, നന്ദനൊരു താങ്ങും തണലുമായിട്ട് നീ കൂടെ കാണണം, ഒരിക്കലും അവനെ ഒറ്റ കൊടുത്ത് ചതിക്കരുത് എന്നൊക്കെയാണ് രാധിക പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ശാരികയ്ക്കാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇത്രയും വലിയ ചതി ചെയ്ത നന്ദേട്ടനോട് ഒട്ടും ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റൊന്നും ഇല്ലാണ്ടാകുന്നില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവൾക്കുള്ളത്. എന്നാൽ അതേസമയം ദേവികയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടായാലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ അരുന്ധതി ശ്രമിക്കുമ്പോഴത്തേക്കും CP തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേവികയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിനായിരിക്കും ഋഷി പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് തൽക്കാലം പറയണ്ട, എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. ഋഷിയുടെ മനസ്സിലുള്ള പക മാറാതെ ഒരിക്കലും ഈ ഒരു പ്രതികാരത്തിന് അറുതി വരത്തില്ലെന്ന് നമ്മുടെ അരുന്ധതിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ കോടതിയും നീതി നിയമവും ഒക്കെ ഞാനായി മാറും, നിയമം ഞാൻ കയ്യിലെടുക്കും. മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ തെറ്റിന്ന് വീണ്ടും തെറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. എല്ലാവരുടെയും സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ട പാടേ ഉള്ളൂ. നിൻ്റെ ജീവിതം പഴയതുപോലെ നിൻ്റെ കയ്യിൽ കിട്ടും. പഴയതുപോലെ കിട്ടുമെന്നോ? പഴയതുപോലെ ഇനി എനിക്ക് ആകാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ ലീനയില്ലാത്ത ലോകം എങ്ങനെയാണ് എനിക്ക് പഴയതുപോലെ ആകുന്നത്? അമ്മ എല്ലാം ഇത്ര പെട്ടെന്ന് മറന്നു? എൻ്റെ മോനെ, ലീനയുടെ ആത്മാവിന് പോലും പൊറുക്കുന്ന കാര്യമാണോ ഇപ്പം നീ ചെയ്തു കൂട്ടുന്നത്? വേണ്ട മോനെ, ഇവിടം കൊണ്ട് നിർത്ത്. അമ്മ ഇനി എന്നോടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ തടയാനോ വിലക്കാനോ വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം ഞാൻ പിന്നെ ജീവനോടെ കാണില്ല. എന്തായാലും എൻ്റെ പ്രതികാരം ചെയ്യാതെ ഞാൻ പിന്നോട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഋഷി പോകുമ്പോഴത്തേക്കും അരുന്ധതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അപ്പം ബെല്ലെ ആകെ തകർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് കെവിനാണെങ്കിൽ വന്ന് ബെല്ലെ സമാധാനിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പാപ്പൻ പറഞ്ഞതുപോലെ നമുക്ക് സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അതെന്താ കെവിന് പേടിയായി തുടങ്ങിയോ? പേടിയുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. കെവിന് പോകാം, പക്ഷേ ഞാനിവിടെ തന്നെ കാണും. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിന്ന് പൊരുതും. അതാരെന്തൊക്കെ പറഞ്ഞാലും. പേടിയുണ്ടായിട്ടൊന്നുമല്ല, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ പോകത്തുമില്ല. പക്ഷേ എങ്കിലും പാപ്പൻ പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമായില്ലേ? അധികം താമസിക്കാതെ പോലീസ് നമ്മളെ തേടി വരും. നന്ദൻ നിയമത്തിന് മുമ്പിൽ ഹാജരായി കഴിഞ്ഞാൽ പ്രഭാവതി ആൻറ്റി പറയുന്നത് പോലെയൊന്നുമല്ല. നമ്മുടെ പേര് ഒറ്റ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാലും അവൻ തീർച്ചയായിട്ടും നമ്മളെയും കാട്ടിക്കൊടുക്കും. നിയമത്തിൻ്റെ മുമ്പിലും അതുപോലെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത ആ ഒരു കുറ്റകൃത്യം പുറത്തു വരും. നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയെ അത് ബാധിക്കില്ലേ? സ്നേഹിക്കുന്നവരോ? എന്നെ സ്നേഹിക്കുന്നത് നന്ദനായിരിക്കണം. നന്ദൻ ഇതുവരെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല. നന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് ബെല്ലയാണെങ്കിൽ നന്ദനെ വിളിക്കാനെന്ന രൂപത്തിൽ ഫോൺ എടുത്ത് വിളിച്ചു നോക്കുന്നു. അതേസമയം തന്നെ ഋഷി പറഞ്ഞയച്ച കുറച്ച് ഗുണ്ടകളാണെങ്കിൽ ചന്ദ്രത്തേക്ക് വരുന്നുണ്ട്. അവർ മതിൽ ചാടി നന്ദനെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അകത്തേക്ക് വരുന്നു. കയ്യിലാണെങ്കിൽ കത്തിയൊക്കെ ഉണ്ട്. അതേസമയം നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകെ തകർന്നു നിൽക്കുവാണ് നന്ദൻ. ആ സമയത്ത് തന്നെയാണ് ബെല്ല വിളിക്കുന്നത്. മിക്കവാറും ബെല്ല വിളിക്കുമ്പം
നന്ദൻ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോഴായിരിക്കും ഋഷി പറഞ്ഞയച്ച ഗുണ്ടകൾ നന്ദനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഫോണിലൂടെ കേൾക്കുന്ന ബെല്ലയായിരിക്കുമോ ഇനി നന്ദനെ രക്ഷിക്കാൻ പോകുന്നത്? കാത്തിരിക്കാൻ എന്താകുമെന്ന്.